guys, welcome back to a new video. എങ്ങനെയുണ്ട്? എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ നമ്മളിപ്പോൾ ഒരു പുതിയ സ്ഥലത്തേക്ക് പോവുകയാണ്. സ്ഥലത്തിൻ്റെ പേരാണ് ഏൽഗിരി ഹിൽസ്. ഇപ്പോൾ ഏകദേശം 6:17 We will be traveling more places. നിങ്ങളുടെ മുമ്പിലേക്ക് നല്ല നല്ല വീഡിയോസ് കൊണ്ടുവരുന്നതായിരിക്കും. നല്ല നല്ല സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യുന്നതായിരിക്കും, എസ്പെഷ്യലി സൗത്ത് ഇന്ത്യ. പിന്നെ നമ്മൾ അടുത്ത ജാനുവരി ഫെബ്രുവരി ഒക്കെ ആകുമ്പോൾ നോർത്ത് ട്രാവൽ ചെയ്യണമെന്ന് പ്ലാൻസ് ഉണ്ട്. അപ്പോൾ അതും ബക്കറ്റ് ലിസ്റ്റിലുണ്ട്. എസ്പെഷ്യലി ഒത്തിരി ബൈക്കേഴ്സ് ഉണ്ട്. പ്രത്യേകിച്ച് സാറ്റർഡേ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒത്തിരി പേര് ട്രാവൽ ചെയ്യുന്നുണ്ട്. സൂര്യനെ കണ്ടോ? അല്ല, അത് വെച്ചൊക്കെ നോക്കിക്കേ. സൂപ്പർ. കാട്ടിന് മണ്ട വഴി കൂടെ ഡീവിയേറ്റ് ചെയ്ത് ഇങ്ങനെ വന്ന് ഇവിടെ വന്നപ്പോൾ ഇതാ ഒരു അമ്പലവും ഇവിടെ ഒരു സ്കൂളും ഉണ്ടായിരുന്നു. അത് മറ്റേ ഒരു ചോക്ക് ഉണ്ടാവില്ല, അത് വെള്ളത്തിൽ മുക്കിയിട്ടാണ് വരയ്ക്കുന്ന തോന്നുന്നറിയില്ല. നമ്മൾ കുറച്ച് നേരത്തേക്കിന് വണ്ടി ഷിഫ്റ്റ് ചെയ്തേക്കുവാണ്. ഇതാണ് നമ്മുടെ പുതിയ വണ്ടി, ട്രയംഫ്. നമ്മളിപ്പോൾ ഒരു വേറൊരു റൂട്ടിലേക്ക് ഡീവിയേറ്റ് ചെയ്തായിരുന്നു, ജസ്റ്റ് ഫോർ സം ഫോട്ടോഗ്രാഫി. നമ്മുടെ സ്ക്രാംബ്ലർ പോകുന്നു ഫ്രണ്ടിൽ. അപ്പോൾ ഇവിടെ ഒരു അമ്പലമുണ്ട്. അത് ഇങ്ങനെ ഒരു ഇതാണ്. അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. ലെറ്റ്സ് സീ. നമുക്കിനി ഏകദേശം ഒരു 40 കിലോമീറ്റർ അത്രയേ ഉള്ളൂ, വലിയ ദൂരമില്ല. കണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഹെയർ പിൻ ബെൻസ് വരുന്നത്. പക്ഷെ അധികമൊന്നുമില്ല.
guys, look at the view. Do not feed food items to monkeys. ഇത് കംപ്ലീറ്റ് ഹിമാലയൻ തന്നെയാണ്. എക്സാക്റ്റ് ഹിമാലയൻ്റെ ഫീച്ചേഴ്സും ജസ്റ്റ് ആ ഒരു സസ്പെൻഷൻ ഇത് മാത്രം. പിന്നെ ഞാൻ ഇതിനകത്ത് ഒത്തിരി മോഡ്സ് ചെയ്തിട്ടുണ്ട്, എസ്പെഷ്യലി ദ എക്സോസ്റ്റ്. പവർ റേജിൻ്റെ എക്സോസ്റ്റും പിന്നെ BMCയുടെ ഫിൽറ്റേഴ്സും എല്ലാം ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അതാണ് ഒരു ഇൻസ്റ്റൻറ്റ് പുള്ളും പിന്നെ ഒരു ഒരു അൾട്ടിമേറ്റ് പുള്ള് കിട്ടുന്നത് അതുകൊണ്ടാണ്. ഫസ്റ്റ് ഇനീഷ്യൽ ടോർക്കൊക്കെ ഭയങ്കരമാണ്. പിന്നെ ഒരു മിഡ് റേഞ്ചൊക്കെ അടിപൊളിയാണ്. പക്ഷെ ടോപ്പ് അധികം എക്സ്പെക്റ്റ് ചെയ്യല്ല. മാക്സിമം 125 120 ഒരു ക്രൂസിങ് സ്പീഡ് ഒരു 80 വെച്ചാൽ മതി ഇതിൻ്റെ. പക്ഷെ അതിലൊരു ക്രൂസിങ് സ്പീഡ് ഏകദേശം ഒരു 100 ഒക്കെ പോവാം സുഖമായിട്ട്. ബട്ട് പൊസിഷൻ വൈസ് ദിസ് ഇസ് മോർ കംഫർട്ടബിൾ. അത്ര ടഫായിട്ടുള്ളൊരു കയറ്റമോ അല്ലെ ഒരു അത്ര ടഫായിട്ടുള്ളൊരു ഹെയർ പിന്നൊന്നും അല്ല, നോർമൽ. എസ്പെഷ്യലി ഡ്രൈവ് എക്സ്പീരിയൻസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഇത് പ്രിഫർ ചെയ്യുന്നത്. ആൻഡ് നെവർ ഓവർടേക്കൻ ഹെയർ പിൻസ്. ഇലക്ട്രിസിറ്റി ലൈനാ, ഞാൻ വെച്ച് സിപ്പ് ലൈനാണ്. ഇപ്പോഴാണ് നമുക്കിപ്പോൾ ഒരു സ്ട്രെച്ച് ഉണ്ട്, അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ എത്തും, നമ്മൾ ഏകദേശം ടോപ്പിലെത്തി കേട്ടോ. നമ്മൾ ഏകദേശം ടോപ്പിലെത്താറായി. എന്താടാ ഞാനിവന്റെ പുറകെ വെച്ച് വരുന്നത്, ഇവനാണെങ്കിൽ ഇല്ല ആദ്യമായിട്ട് ഓടിക്കുന്നതിൻ്റെ. കൊല്ലിയൊക്കെ പോവാന്നെങ്കിൽ അപ്പൊ നീ എന്ത് ചെയ്യൂടാ? ഇത് തീർന്നില്ല ഏകദേശം. വിട്ടോ, എടുത്തോ. എന്താടാ ഇനി ഏകദേശം ഒരു 5 കിലോമീറ്റർ. ദാറ്റ്സ് ഇറ്റ്. കർവ് ഇനി എന്ത് കർവുള്ളോ ഞാൻ കണ്ടിട്ട്? ഓക്കെ, ഉണ്ട്. ഏകദേശം 2 കർവ് ഇവിടെ. സോറി ഗൈസ്. അപ്പോൾ നമുക്ക് ഈ 2 വണ്ടികളും ഈ 3 വണ്ടികളുടെ യൂസർ എക്സ്പീരിയൻസ് ഇടാം എങ്ങനെ ഉണ്ടെന്ന്. I will tell you which one is good. എല്ലാ ബൈക്സും അതിൻ്റെ കാറ്റഗറീസിൽ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. ആക്ച്വലി ട്രാവലിംഗ് പേർപ്പസിന് ഏറ്റവും ബെസ്റ്റാണ് 3 കണ്ടതിൽ വെച്ചിട്ട്. അങ്ങനെ വലിയ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അത് എസ്പെഷ്യലി ട്രയംഫ് എന്ന് പറയുന്ന വെഹിക്കിൾ കംപ്ലീറ്റ് ഈവൻ ടോർക്ക് ആൻഡ് പവർ രണ്ടിലും ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന 2 ബൈക്കാണ്. രണ്ടിലും ഭയങ്കര ടോപ്പാണ്. ആൻഡ് ദിസ് ഈസ് ഓൺലി മെൻറ്റ് ഫോർ ടോർക്ക് എഞ്ചിനാണ്. നിങ്ങൾക്കിങ്ങനെ മിഡ് പഞ്ചൊക്കെ ഭയങ്കരമാണ്. ടോപ്പ് എൻഡ് ഇല്ല, ടോപ്പ് എൻഡ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യല്ലേ, എസ്പെഷ്യലി ഫ്രം ആൻ ഹിമാലയൻ. അതെന്താ ബസ് ടേൺ ആവാൻ അത്ര ടൈം എടുത്തേ? ചാൾസ് സ്കൂൾ. ചെറിയ കാണുന്ന എല്ലാം വീടുകളാണ്. സൂപ്പർ. വീടാ, തിരിച്ചു വരുമ്പോൾ നിർത്താം അല്ലെങ്കിൽ. And guys, with this the major problem, height അല്ല, വെയിറ്റ് ഭയങ്കരമാണ്. പിന്നെ അതുകൂടാഞ്ഞിട്ട് ഇത് റൺ ചെയ്യുന്നത് ട്യൂബ് ടയേഴ്സാണ്. എവിടെയെങ്കിലും വെച്ച് പഞ്ചറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല. വി കനോട്ട് മൂവ് എ ഇഞ്ച്. ഒട്ടും ഒരു രക്ഷയില്ലാത്ത ഒരു ഇതാണ് ഹിമാലയൻ പഞ്ചറായി കഴിഞ്ഞാൽ. ആൻഡ് വി ഹാവ് ഓപ്ഷൻസ്, പക്ഷെ ഞാൻ അത് മാത്രം ചെയ്തിട്ടില്ല.
ഭയങ്കര എക്സ്പീരിയൻസ് ഡ്രൈവേഴ്സ്. പ്രൈവറ്റ് ഞാൻ ഫസ്റ്റ് ഇവിടെ വഴി വന്നിട്ടുള്ളത് കാറിലാണ്. പക്ഷേ കാറിൽ വരുന്ന ഒരു ടോട്ടൽ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. ബൈക്കിൽ വരുന്ന ഒരു ഡിഫറെൻറ്റ് തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. ആസ് യു നോ, ബൈക്ക് ഈസ് ഓൾവേസ് ഗിവിങ് യു ആൻ എക്സ്പീരിയൻസ്. നിങ്ങൾക്ക് ഡയറക്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഐ എം നോട്ട് ടെല്ലിങ് കാർ ഈസ്, അത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കാറാണ് ദാൻ ബൈക്സ്. കാറായിരുന്നു ഏറ്റവും കൂടുതൽ ഞാൻ പ്രിഫറും ചെയ്യുന്ന ട്രാവൽ ചെയ്യാൻ. ബട്ട് നൗ സോ ഇവിടെ രാത്രി ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു വൈൽ കമ്മിങ് ബാക്ക് ഫ്രം പോണ്ടിച്ചേരി. ആ വ്ളോഗൊന്നും ഇട്ടിട്ടില്ല അങ്ങനെ. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ രാത്രിയിൽ ഇങ്ങോട്ട് ട്രാവൽ ചെയ്തായിരുന്നു. ആൻഡ് ദ വ്യൂ പോയിൻറ്റ്, നിങ്ങളൊരു വ്യൂ പോയിൻ്റ് കണ്ടില്ലേ? ആ വ്യൂ പോയിൻ്റ് എത്തിയപ്പോൾ ഇറ്റ് വാസ് ലൈക്ക് ബ്യൂട്ടിഫുൾ. എന്നെങ്കിൽ ഇവിടെ സ്റ്റേ ചെയ്യുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ടു ദാറ്റ് ഏരിയാസ്. ഗായ്സ്, ദിസ് ഈസ് എ പ്ലേസ്. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. ഈ ഗിരി ഹിൽസിൻ്റെ ബ്യൂട്ടി ലൈസ് ഹിയർ ആൻഡ് ദിസ് ഈസ് എക്സ്ട്രീം. ഒരു 1 day ട്രിപ്പ് പ്രിഫർ ചെയ്യുവാണെങ്കിൽ യു ക്യാൻ വിസിറ്റ് ഹിയർ. ജസ്റ്റ് കം ഹിയർ, ജസ്റ്റ് സ്പെൻഡ് ടൈം. അത്രയൊക്കെ ഉള്ളൂ. കണ്ടോ, ഇത് ഒത്തിരി ഹോട്ടൽസൊക്കെ ഉണ്ട് ഇവിടെ. കണ്ടോ, റിസോർട്ട്സ് ഉണ്ട്, ഹോട്ടൽസ് ഉണ്ട്. സോ 1 or 2 days ട്രിപ്പ് യു ക്യാൻ പ്ലാൻ ഹിയർ. മേളിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്, ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ മേജർ പ്ലാൻ നമ്മൾ ഈ റൈഡ്, ജസ്റ്റ് എക്സ്പീരിയൻസ് ദ റോഡ്സ് ആൻഡ് ജസ്റ്റ് ഗോ ബാക്ക്. നമ്മളങ്ങനെ സ്റ്റേ ചെയ്തിട്ടില്ല ഇവിടെ. ആൻഡ് വി റീച്ച്ഡ്. ഇതാണ് ഏൽഗിരി. നമ്മൾ 8:30 ആയപ്പോൾ കറക്റ്റ് എത്തി. നമുക്കിവിടെ നിർത്താം. നല്ല ചായ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. കാണുന്നില്ലേ, അതാ നാച്ചുറൽ പാർക്ക്. 10 മണിക്കേ തുറക്കുള്ളൂ. തിരിച്ചു വന്നോ? നാച്ചുറൽ പാർക്ക് എന്ന് പറയുമ്പോൾ ഈ പൂവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാ. നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഒരു ചായ കുടിക്കാം, അല്ലെങ്കിൽ ഒന്ന് പോയിട്ട് റൗണ്ട് ഇട്ടിട്ട് തിരിച്ചു വരാം. പോവാ എന്നാ എടുത്തോ. ഉണ്ട്. ജസ്റ്റ് ഒരു ടീ കുടിച്ച് ബാക്ക് ടു ഹോം. ചടലേ എന്തായി? ഗായ്സ്, ഒരു ടീ സാപ്പിടലാമാ?